റാപ്പിഡ് റിവിഷൻ. 10ാം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ബയോളജി. ക്ലാസ് നയിക്കുന്നത് അസംഷൻ ഹൈസ്കൂൾ പാലമ്പ്രയിലെ ബയോളജി അധ്യാപകൻ ജെറിൻ പി ജോസ്. നമസ്കാരം, എൻ്റെ പേര് ജെറിൻ പി ജോസ്. ഞാൻ അസംഷൻ ഹൈസ്കൂൾ പാലമ്പ്രയിലെ ബയോളജി അധ്യാപകനാണ്. അമൽജ്യോതി റേഡിയോ 90 FM SSLC പരീക്ഷ പഠന സഹായത്തിനായുള്ള ഈ ഒരു പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ആദ്യം തന്നെ SSLC പരീക്ഷ എഴുതുന്ന മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾക്ക് വിജയാശംസകൾ നേരുന്നു. റാപ്പിഡ് റിവിഷൻ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഓണപ്പരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, ബയോളജി സബ്ജക്റ്റ് ഒരു മിക്ക കുട്ടികളും ബയോളജി എക്സാം വളരെ പാടായിരുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു പരിഭവം ഞാൻ പല കുട്ടികളിൽ നിന്ന് കേട്ടു. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ചില കുട്ടികൾക്ക് ഇതുപോലെ തന്നെ അത് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അതെങ്ങനെ ഉത്തരം അറ്റൻഡ് ചെയ്യാനായിട്ട് അറിയത്തില്ലാത്തൊരു അവസ്ഥ, കുട്ടികൾ വളരെ നിസ്സഹായതയായിട്ട് ഇരിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇനി ഒരു ചാൻസും കൂടെ ഉണ്ട്, അല്ലേ? ഇപ്പം SSLC എക്സാമിന് മുന്നേ ഒരു മോഡൽ പരീക്ഷ. അപ്പം തീർച്ചയായിട്ടും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ A+ മേടിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് ബയോളജി. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാം മാർക്ക് ബയോളജീന്റെ ഓരോ ആൾക്കാരും മനസ്സിലാക്കിയാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തുമാത്രം മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ബയോളജി നല്ല ടഫാണ്, എക്സാം ഭയങ്കര പാടാണ്, പഠിക്കാനൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള ആ ഒരു ചിന്ത ആദ്യം തന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ഈ ഒരു SSLC എക്സാമിന് വേണ്ടിയിട്ട് ബയോളജി വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ A+ഓടുകൂടി ബയോളജി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ബയോളജി പാടാന്ന് ഉള്ള ചിന്ത അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അതോടെ നമുക്ക് ഷുവറായിട്ട് A+ലേക്ക് നീങ്ങാനുള്ള ഒരു തടസ്സം മാറിക്കിട്ടും. രണ്ടാമത്, ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കണ്ടന്റും ഫോക്കസ് ചെയ്യണം. കാര്യം ബയോളജി എന്ന് പറയുമ്പോഴത്തേക്കിനെ ഈച്ച് ആൻഡ് എവറി ലൈൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? ഓരോ ലൈനിൽ നിന്നും എന്ത് ചോദ്യം വേണേലും ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഷയം തന്നെയാണ് ബയോളജി. അപ്പം നമുക്ക് ഒരു കണ്ടന്റ് പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നല്ല ടെക്സ്റ്റ് ബുക്ക് നല്ല തറവായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പാണ് ബയോളജിക്ക് A+ നേടാനായിട്ട് പറ്റും. അപ്പം എല്ലാ കണ്ടന്റും ഫോക്കസ് ചെയ്യണം. അതായത് ടെക്സ്റ്റ് ബുക്ക് ഒരു തവണ മാത്രം വായിച്ചാൽ A+ കിട്ടത്തില്ല. നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ A+ലേക്ക് വരത്തുള്ളൂ. അപ്പം പുസ്തകം നല്ല രീതിയിൽ കണ്ടന്റ് നല്ല തറവാക്കിയെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്കില്ലും അതുപോലെ തന്നെ ഏതൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പം ആദ്യം നിങ്ങൾ പരിചയപ്പെടേണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ കണ്ടന്റാണ്. ചില കുട്ടികളിൽ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് വീഡിയോ കേട്ടിട്ട് എക്സാം എഴുതാൻ പോകും. അപ്പം ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ശ്രദ്ധിക്കത്തില്ല, എന്താ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോ ഉണ്ടല്ലോ. ആക്ച്വലി യൂട്യൂബ് വീഡിയോ കേട്ടുകൊണ്ട് എക്സാം എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കണം. ഈ കഴിഞ്ഞ ഓണപ്പരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ആൻഡ് അത് നിങ്ങൾ തിരുത്തുകയും ചെയ്യണം. ചുമ്മാ നമ്മളൊരു വീഡിയോ കേട്ടുകൊണ്ട് മാത്രം ഒരിക്കലും ആ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാകണം എന്ന് നിർബന്ധമില്ല. ആ സമയത്ത് അവർ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. പക്ഷേ നിങ്ങൾ ചുമ്മാ പാട്ട് കേൾക്കുന്ന പോലെ ഓരോ യൂട്യൂബ് വീഡിയോ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ബയോളജിക്ക് A+ മേടിക്കണം എന്ന ആഗ്രഹമുള്ളവർ ഒരിക്കലും ആ ഒരു രീതി ഇനി തുടരാൻ പാടില്ല. അപ്പം ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ച് നല്ല രീതിയിൽ ഓരോ കണ്ടന്റും തറവാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കി എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ബയോളജീൻ്റെ വേറൊരു പ്രത്യേകതയാണ് ധാരാളം ക്വസ്റ്റ്യൻസ് ഡയഗ്രാം അല്ലെങ്കിൽ പിക്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം ബയോളജിയിൽ ഒരു ചിത്രം, ആ ഒരു പിക്ചർ റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൽ കുറേ പാർട്സ് ഒക്കെ ലേബൽ ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പം ആ പാർട്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് അതിനടുത്ത് തന്നെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം എന്തായാലും ഒരു പിക്ചർ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്താൻ ഓഫ് കോഴ്സ് ചോദിക്കും. അതുപോലെ തന്നെ ആ പാർട്സിന്റെ ഓരോ ഫംഗ്ഷൻസും ചോദിക്കും. അപ്പം നിങ്ങളിപ്പം ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പം ഒരു ക്രോമസോമിന്റെ ഒരു പിക്ചർ ആണെങ്കിൽ ആ ക്രോമസോമിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പാർട്സുകൾ ഉണ്ടല്ലോ, അത് നല്ല വ്യക്തമായിട്ട് നോക്കും ഓരോ പാർട്സ് ഏതൊക്കെയാണ്. അതിനുശേഷം ആ പാർട്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വളരെ നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാർട്സ് അടയാളപ്പെടുത്താനും പറ്റും. അതുപോലെ തന്നെ ആ പാർട്സിന്റെ ഫംഗ്ഷൻസും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാനായിട്ടും പറ്റും. ഇപ്പം കുട്ടികളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. എന്തിനാ മക്കളെ നിങ്ങൾ ഈ ഒരു പിശുക്ക് കാണിക്കുന്ന ഒരു ആൻസർ എഴുതുന്നതിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുവാണെങ്കിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ സ്കിൽസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല,
ടെക്സ്റ്റ് ബുക്ക് നല്ല തറവായിട്ട് വായിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷുവർ ആയിട്ട് ഫുൾ മാർക്ക് ഓരോ ഡയഗ്രാം ബേസ്ഡ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് കണ്ടന്റിനെ പറ്റി നല്ല രീതിയിൽ പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എല്ലാ ചോദ്യങ്ങളും എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം. ഇപ്പം ഒന്നാമത്തെ ചോദ്യം തൊട്ട് എല്ലാം നമ്മൾ വിശകലനം ചെയ്യുവാണെങ്കിൽ ചില ചോദ്യങ്ങൾക്കൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. ഇപ്പം അഞ്ചാമത്തെ എ ഉണ്ട്, ബി ഉണ്ട്. അപ്പം ജസ്റ്റ് 5 നമ്പർ ഇട്ടിട്ട് എ ആണോ ബി ആണോ എന്ന് എഴുതാതെ ഉത്തരം എഴുതുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ എഴുതാൻ പാടുള്ളതല്ല. നിങ്ങൾ 5 ഉള്ള ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിന്റെ സബ് ക്വസ്റ്റ്യൻ എ എന്ന് എഴുതിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരം എഴുതുക. അതിനുശേഷം ബി എന്ന് എഴുതിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരം എഴുതുക. ഇത് പല കുട്ടികളും ചിലപ്പം കെയർലെസ് ആയിട്ട് മിസ്റ്റേക്ക് വരുത്തുന്നത്, പക്ഷേ അത് നിങ്ങളുടെ മാർക്കിൽ വലിയൊരു ഡിഫറൻസ് വരുത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ എഴുതി ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് നല്ല രീതിയിൽ അത് എഴുതാൻ ശ്രമിക്കണമെന്ന് മാത്രമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് ഇല്ല. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ പ്രോപ്പർ ആയിട്ടാണോ എഴുതുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എല്ലാ ചോദ്യവും എഴുതിയോ, എല്ലാ സബ് ക്വസ്റ്റ്യൻസും എഴുതിയോ എന്നൊക്കെ നല്ല രീതിയിൽ നോക്കി വേണം എക്സാം ഹാളിൽ നിന്ന് നല്ല സന്തോഷമായിട്ട് ഇറങ്ങാനായിട്ട്. ഇപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് തറവാക്കിയിരിക്കണം. ഓക്കെ, ഡയഗ്രാം ഉറപ്പാണ്. നിങ്ങൾ തന്നെ നോക്കി, ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഡയഗ്രാം ബേസ്ഡ് ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ്. അപ്പം ഡയഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഫുൾ മാർക്കോടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുട്ടികളിൽ കാണുന്ന ഒരു കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പം ബയോളജീന്റെ കാര്യം പറയുവാണെങ്കിൽ ധാരാളം ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ബയോളജിക്കൽ ടേംസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ എഴുതണം. ഇപ്പം ഗ്ലാൻസ് ആയിക്കോട്ടെ, ഹോർമോൺസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം കുറെ ഡിസീസസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പാത്തജൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സ്പെല്ലിംഗ് എഴുതി പഠിക്കണം. അതും ഗൗരവത്തോടെ എടുത്ത് നല്ല രീതിയിൽ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങൾക്ക് ഓരോ ബയോളജിക്കൽ ടേംസ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം 1 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കിലാണ്. ഈ 1 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ 1 to 4 അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഒരു ഓപ്ഷൻ ശരിയാക്കിയാൽ 1 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൾട്ടിപ്പിൾ ചോയ്സ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ 4 എണ്ണം ശരിയാക്കിയാൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുന്നത്. അവിടെ ഒരു ഓപ്ഷൻ ശരിയാക്കി നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. കൂടിപ്പോയാൽ കുറച്ച് നമുക്ക് അങ്ങോട്ടേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കിനും പല ചോദ്യങ്ങളും ഒരു വെയിറ്റേജിന്റെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുണ്ട്. ആ സെയിം വെയിറ്റേജ് തന്നെയാണ് ഇവിടെ ഒരു ഓപ്ഷൻ കറക്റ്റ് ആക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം യാതൊരു കാരണവശാലും നിങ്ങൾ ഈ 1 to 4 ക്വസ്റ്റ്യൻസ് ഒരെണ്ണം പോലും തെറ്റിക്കാതെ ഇരിക്കുക. കാര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, A+ എന്ന് പറയുന്നത് 40ൽ 36. ഈ പറഞ്ഞ 4 എണ്ണം നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് 36ലേക്ക് വരും. അങ്ങനെ 36ലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന 5 മുതലുള്ള 18 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് A+ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ യാതൊരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. ആ ടെക്സ്റ്റ് ബുക്ക് നല്ല തറവായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ പറഞ്ഞ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ 5 മുതൽ 11 വരെ ഉള്ള ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതമാണ്. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ നല്ല തറവായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, റീസൺ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഫോളിക്കുലാർ സെൽസ് പാരാഫോളിക്കുലാർ സെൽസ് ആണ് ആൻസർ എങ്കിൽ നിങ്ങൾ അത് എഴുതാതെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോൺസിന്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ. ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് സെൽസിനെ പറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ല തറവായിട്ട് വായിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരം മാത്രമേ എഴുതാവുള്ളൂ. ഓക്കെ, ഇപ്പൊ സെൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൽസ് എഴുതിയിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോൺസ് ഉത്തരം എഴുതാം. അല്ലാണ്ട് സെൽസിന്റെ പേര് എഴുതാതെ ഹോർമോൺസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യത്തിനുള്ള ഉത്തരമാകുമോ. അപ്പം നിർബന്ധമായിട്ടും ഒരു തവണ മാത്രം ചോദ്യം വായിച്ചാൽ പോരാ, ഒരു 2-3 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കണം ചോദ്യം ഇങ്ങനെ തന്നെയാണോ എന്നുള്ള രീതി. അപ്പോൾ ഉറപ്പ് വരുത്തിയിട്ട് ചോദ്യത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് ഉത്തരത്തിൽ എഴുതണം. അപ്പം നമുക്ക് ചെറിയ കെയർലെസ് മിസ്റ്റേക്സ് മതി നമ്മുടെ A+ പോകാനായിട്ട്. അപ്പം അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിനാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വരുന്നത് 12 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ 12 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുവാണെങ്കിൽ 3 മാർക്ക് വീതമാണ്.
അപ്പം അവിടെയും 2-3 ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് കണ്ടന്റ് പഠിച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഓരോ ചോദ്യത്തിനുള്ള 3 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം ഈ പറഞ്ഞ പോലെ 2 ഓപ്ഷൻസ് ഉണ്ടാവും, എ ഉണ്ടാകും, ബി ഉണ്ടാകും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 18A ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 18A എന്ന് ആൻസർ ഷീറ്റിൽ നിർബന്ധമായിട്ട് എഴുതണം. അല്ലാണ്ട് 18 എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എ ആണോ ബി ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? കുട്ടികൾ വരുത്തുന്ന ഒരു കെയർലെസ് മിസ്റ്റേക്കാണ്. ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് എഴുതുക. ഈ 18ന്റെ എ എന്ന് എഴുതിയിട്ട് അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ സി, സ്മോൾ ലെറ്റർ ഡി എന്നുള്ള രീതിയിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് എഴുതി ആൻസറിലേക്ക് എത്തിച്ചേരണം. അപ്പം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 18ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാർക്കിന്റെയാണ്. തീർച്ചയായിട്ടും ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു രീതിയിൽ ആൻസർ എഴുതിയിരിക്കണം. റാപ്പിഡ് റിവിഷൻ. ഇനി ചാപ്റ്ററിലേക്ക് കടക്കുവാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ജെനറ്റിക്സ് ഓഫ് ലൈഫ്. ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആദ്യം തന്നെ നിങ്ങൾ തറവാക്കി ബേസ് സെറ്റാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. DNA എന്താണ്, RNA എന്താണ്, DNA-യുടെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്, RNA-യുടേത് ഏതൊക്കെയാണ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ അത് നിങ്ങൾ തറവാക്കി പഠിച്ചിരിക്കണം. DNA-യുടെ കേസിൽ പറയുകയാണെങ്കിൽ അതൊരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് എന്ന് നമുക്ക് പറയാം. RNA ആണെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ദെൻ DNA-യുടെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അല്ലേ. അപ്പം RNA-യിലുള്ള ഒരു ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ അവിടെ തൈമിനില്ല, യുറാസിലായിരിക്കും ഉള്ളത്. അപ്പം തമ്മിലുള്ള വ്യത്യാസങ്ങൾ നല്ല തറവാക്കി മനസ്സിലാക്കി വെക്കണം. പല ക്വസ്റ്റ്യനിലും 1ാമത്തെ ചോദ്യം തന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ ഒരു DNA-നെ പറ്റിയിട്ടാണെങ്കിലോ RNA പറ്റിയിട്ടാണെങ്കിലോ ഇനി ന്യൂക്ലിയോടൈഡിന്റെ കാര്യം എടുത്ത് പറയുവാണെങ്കിൽ ന്യൂക്ലിയോടൈഡിൽ ഏതൊക്കെയാണുള്ളത്? ഫോസ്ഫേറ്റ് ഉണ്ട്. ഇപ്പം DNA-യുടെ കേസാണെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ആണുള്ളത്. അതുപോലെ തന്നെ നൈട്രജൻ ബേസ്. ഇപ്പം RNA-യുടെ കേസാണെങ്കിൽ അവിടെ ഡിയോക്സി റൈബോസ് ഷുഗർ മോളിക്യൂൾ അല്ല, അവിടെ റൈബോസ് ഷുഗർ മോളിക്യൂൾ ആണ്. അപ്പം ഓരോന്നും നല്ല വൃത്തിക്ക് ബേസ് നല്ല തറവാക്കി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 1ാമത്തെ ചോദ്യം ഈ ഒരു രീതി ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാം അല്ലേ. പിന്നെ വരുന്നത് ക്രോമസോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ആ ക്രോമസോമിൽ കുറച്ച് പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. DNA എന്ന് അടയാളപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഏതാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ നല്ല വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്റ്റോൺ ഒക്ടാമർ, ന്യൂക്ലിയോസോം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാർട്സുകൾ ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാർട്സ് ലേബിൾ ചെയ്യുന്നത് പ്രത്യേകം ഓർക്കണം, മാറിപ്പോകരുത്. ആ ഒരു ഡയഗ്രാം നല്ല തറവാക്കി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഡയഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോരോ ടേംസ് ആ ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ല കൃത്യമായിട്ട് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം ചോദിക്കുവാണ് പാർട്സും ലേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസിനുള്ള എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പം ധാരാളം കുട്ടികളിൽ എക്സ്പ്ലനേഷൻ സ്കിൽസ് ഭയങ്കര കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കണ്ടന്റ് അത്ര തറവായിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നല്ല രീതിയിൽ വായിക്കുന്നില്ല. അതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു വീഡിയോ കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കണ്ടന്റ് കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഫുൾ മാർക്സ് അവിടെ കിട്ടത്തുള്ളൂ. അവിടെ ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് അതിൽ വേണം. അപ്പോൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ച് പഠിച്ച ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ എഴുതാനായിട്ടും സാധിക്കും. പിന്നെ വരുന്നത് ഹ്യൂമൻ ക്രോമസോംസിനെ പറ്റിയിട്ട്. അതും തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. അവിടുന്നും ചോദ്യങ്ങൾ വരാം. ഇപ്പം സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ സൊമാറ്റിക് ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരുവാണ്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് എന്ന് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം അവിടെ നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് എന്താണ്, അതുപോലെ തന്നെ സെക്സ് ക്രോമസോം എന്ന് പറയുമ്പോഴത്തേനും SRY ജീൻ അതിന്റെ ഫങ്ഷൻ എന്താണ്, അതിന്റെ റോൾ എന്താണ്. അപ്പം അങ്ങനെ നല്ല വ്യക്തമായിട്ടും ഓരോ നിങ്ങൾ പഠിക്കണം. അതുപോലെ ഒരു സബ് ഹെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പഠിക്കുമ്പം നല്ല തറവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം. വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് ഇങ്ങനെ പറയുമ്പം ഒരു ഫുൾ ചാപ്റ്റർ ഒറ്റയടിക്ക് വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സബ് ഹെഡിങ് അതുമായിട്ട് അസോസിയേറ്റഡ് കണ്ടന്റ് ഉണ്ടല്ലോ, അത് നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 തവണ ഇരുന്ന് വായിക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ മനസ്സിൽ നിങ്ങളാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് തയ്യാറാക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചോദ്യം വരാം എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി
നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഇട്ട് നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്കത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് RNA റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസും. പ്രോട്ടീൻ സിന്തസിസ് ഈ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്, മെയിനായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNAs അല്ലേ, പല RNAസിൻ്റെ റോൾസ് ഉണ്ട്. tRNA ഉണ്ട്, mRNA ഉണ്ട്, rRNA ഉണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ്. അപ്പം ആ ഒരു കണ്ടന്റ് നല്ല തറവായിട്ട് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഡയഗ്രാം നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ആ ഡയഗ്രത്തിൽ തന്നെ എന്തോരം പാർട്സ് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം tRNA, mRNA, rRNA ആൻഡ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഏത് ഭാഗത്താണ്, റൈബോസോമിൽ വെച്ചിട്ടാണെങ്കിൽ അത് ഏത് പ്രോസസ്സാണ്, ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പം വളരെ ചെറിയൊരു മിസ്റ്റേക്ക് മതി, ചെറിയൊരു അശ്രദ്ധ മൂലം നമുക്ക് മാർക്ക് പോകാം. അതുകൊണ്ട് തന്നെ നല്ല കെയർഫുൾ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് മനസ്സിരുത്തി ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബയോളജി സിമ്പിളാണ്. പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇപ്പം മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുവാണ്, ടെക്സ്റ്റ് ബുക്ക് നല്ല തറവായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ എക്സാം ടൈമിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഉത്തരം വന്നിരിക്കും, ഷുവറാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം, ഗവൺമെന്റിന്റെ ഒരു 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ അത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അത്യാവശ്യം പാടായിട്ടുള്ള ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എത്രത്തോളം പരിചിതമാകാമോ അത്രത്തോളം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഞാൻ എഗെയിൻ ഞാൻ പറയുവാണ്, ഒരു തവണ മാത്രം ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ട് കാര്യമില്ല. എത്ര തവണ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാമോ അത്രയും തവണ വായിച്ചെങ്കിൽ മാത്രമേ ബയോളജി നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടാതെ വരാം. അപ്പം അത് വളരെയേറെ ഗൗരവപരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ അത് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം ടെക്സ്റ്റ് ബുക്ക് ആകെയുള്ള ഒരു സൊല്യൂഷൻ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് പിന്നെ എക്സാമിന് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ എക്സാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ ആ ഒരു എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ജസ്റ്റ് ഒരു വീഡിയോ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ മാത്രം എക്സാം ഹാളിലേക്ക് കിടക്കുന്നു, ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണല്ലേ. ഇത്രയും വർഷം പഠിച്ചിട്ട് ആ ഒരു SSLC ടൈമിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ആ ഒരു എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിന് തൊട്ട് മുൻപേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്തെങ്കിൽ ഉറപ്പാണ്, ഇതിപ്പം ബയോളജി എന്ന് മാത്രമല്ല ഏതൊരു വിഷയമാണെങ്കിലും നിങ്ങൾക്ക് അനായാസം നല്ല മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് SSLC എക്സാം പാസ്സാകാനായിട്ട് സാധിക്കും അല്ലെ. എല്ലാവരുടെയും ആഗ്രഹമാണ് ഫുൾ A+ അല്ലെങ്കിൽ നല്ല മാർക്കോടെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള വർക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി അല്ലേ, ഓർ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറഞ്ഞു, അതുപോലെ തന്നെ സിലബസ് മാറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനായാസം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നാമത്തെ പാഠത്തിൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ മെന്റലിന്റെ എക്സ്പെരിമെന്റ്. നല്ല വൃത്തിക്ക് അത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് നല്ല സ്കോറിന് ചോദിക്കാവുന്ന രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്ന് വരാം. തീർച്ചയായിട്ടും മോണോഹൈബ്രിഡ് ക്രോസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസും കാര്യങ്ങളും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മെന്റൽ പോസ്റ്റുലേറ്റ്സ്, മോണോഹൈബ്രിഡ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ട് മെന്റലിലെ പോസ്റ്റുലേറ്റ്സ് അത് വളരെ കൃത്യമായിട്ട് നല്ല തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്, ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കുക. പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് ഈ പറഞ്ഞ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മെന്റലിന്റെ പോസ്റ്റുലേറ്റ്സും കാര്യങ്ങളും അത് ക്രോസ് ചെയ്യുന്ന രീതിയും F1 ജനറേഷനിൽ എന്ത് കിട്ടും, F2 എന്ത് കിട്ടും, അപ്പം നല്ല രീതിയിൽ അതും ചെയ്ത് പഠിച്ച് നല്ല ഒരു മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഉറപ്പായിട്ടും എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം ചോദിച്ചിരിക്കും. പിന്നെ ആ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്. ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇഫ് എ റെഡ് ഫ്ലവേർഡ് 4 o'clock plant is hybridized with a white flowered plant, the resulting offspring will have pink flowers അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പൂവിന്റെ പിക്ചർ വെച്ചിട്ട് ഇത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം എഴുതാം ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ആ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിന്റെ റീസൺ എന്താണെന്ന് വ്യക്തമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. എ ഡൊമിനന്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലീൽ ഓഫ് ദി റെസസീവ് ട്രൈറ്റ്. അതാണ് അതിന്റെ റീസൺ. അതപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ആ ഒരു പിക്ചർ തന്നു അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
കുട്ടിക്ക് അത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാകും ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്നുള്ളത്. ആൻഡ് അതിൻ്റെ റീസണും എഴുതാനായിട്ട് സാധിക്കും. പിന്നെ റോൺ കോട്ട് പാറ്റേൺ ആയിക്കോട്ടെ, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആയിക്കോട്ടെ, സ്കിൻ കളറിൻ്റെ ഡിഫറൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ട്. ഇപ്പം ബ്ലഡ് ഗ്രൂപ്പ് റിലേറ്റഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ അലീലിസം അല്ലേ. അപ്പം മൾട്ടിപ്പിൾ അലീലിസം പഠിക്കുക, അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കുക. ഇനിയിപ്പം സ്കിൻ കളറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചർ എക്സാമിന് ചോദിക്കുവാണ്, അതെന്താണ്? പോളിജനിക് ഇൻഹെറിറ്റൻസ്, അതിൻ്റെ റീസൺ എന്താണ്? അതും ടെക്സ്റ്റ് ബുക്കിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഷുവർ അവിടെ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഇപ്പം ഒരു പിക്ചർ ചോദിച്ചെങ്കിൽ പോലും അതെന്താണ് അത് നിങ്ങൾ കണക്ട് ചെയ്യണം. ബയോളജിയിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പാടാണെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതൊക്കെ ഭയങ്കര ഓർത്തിരിക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു കോഡ് വെച്ചിട്ടോ ഒക്കെ പഠിക്കുവാണെങ്കിൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് അതങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിൻ്റെ പിക്ചർ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. ആ പിക്ചർ ചോദിച്ചിട്ട് ഇത് എന്ത് പ്രോസസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം ക്രോസിംഗ് ഓവർ. ഇനി ഓരോ പ്രോസസ്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് ആ ടെക്സ്റ്റ് ബുക്കിൽ ഓരോരോ കോളം വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നല്ല വ്യക്തമായിട്ട് വായിച്ച് അതുമായിട്ട് അവിടെ ഒരു ടേം കൊടുക്കുന്നുണ്ട്, കയാസ്മ. അതെന്താണ്, അതെങ്ങനെയാണ് എന്നുള്ള രീതിയിലും ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ ഒരു ഡയഗ്രാം അത് നമുക്ക് എക്സാമിന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ആ ഡയഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ തൊട്ട് താഴെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് തറവാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുനിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അനായാസം അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴും ഞാൻ പറയുകയാണ്, ടെക്സ്റ്റ് ബുക്ക് തറവായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ വരുന്നതാണ് മ്യൂട്ടേഷൻ അല്ലെ. മ്യൂട്ടേഷൻ്റെയും ഈ പറഞ്ഞ പോലെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. ആ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ആ ഡയഗ്രാം പ്രത്യേകം ഓർത്തിരുന്നോണം. മ്യൂട്ടേഷൻ എഴുതണം. ആൻഡ് മ്യൂട്ടേഷന് കാരണം എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതെന്നും ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാരണം വായിച്ച് മനസ്സിലാക്കി അതിൻ്റെയും ഉത്തരം എഴുതാനാണ് എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെയും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലേ. അപ്പം സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ DNA പറ്റിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ തരാം. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള DNA സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? DNA പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ RNA പറ്റിയിട്ടാണ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് എങ്കിൽ ആ RNA ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് DNA RNA തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്തരത്തില് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ബയോളജി ഭയങ്കര ഈസിയാണ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ കുറച്ച് പാടാണ്, അത് കാണാപ്പാഠം പഠിക്കണം. ഇപ്പം ഹോർമോണിന്റെ പേരായിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് ഗ്ലാൻഡ് ആയിക്കോട്ടെ, അതൊക്കെ ചില കാര്യങ്ങൾ ബയോളജിന്റെ ചില കാര്യങ്ങൾ നമുക്ക് കാണാപ്പാഠം പഠിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളുമാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ വാട്സൺ ആൻഡ് ക്രിക്ക്, അങ്ങനെ റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരുടെ അവരൊക്കെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഒക്കെ വേണമെങ്കിലും അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഓരോ ആൾക്കാരും ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പോലെയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതും ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് DNA RNA. ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നു, DNA നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്, RNA നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്, ആരുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. ഇപ്പം DNA കേസിലാണെങ്കിൽ അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ അല്ലേ. ആൻഡ് RNA കേസിൽ തൈമിൻ ഇല്ല, യുറാസിൽ മാത്രമേ ഉള്ളൂ. അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് യുറാസിൽ ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ. അപ്പം അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പം നിങ്ങൾ കുറച്ച് ബേസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ച മക്കളെ, അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിയിരിക്കും. അപ്പം ഏറ്റവും അത്യാവശ്യം ബേസ് റെഡിയാക്കുക. ബേസ് റെഡിയാക്കണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ചാൽ മതി. ആ ഒരു കണ്ടന്റിൽ നല്ലാതെ ചോദ്യം വരത്തില്ല. അപ്പം നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, സൊമാറ്റിക് ക്രോമസോംസിനെ പറ്റിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. സൊമാറ്റിക് ക്രോമസോംസ്, സെക്സ് ക്രോമസോംസ്, സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ജീൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരുവാണ്, അതെന്താണെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ DNA RNA തമ്മിലുള്ള കമ്പാരിസൺ എപ്പോഴും ഓർത്തിരിക്കുക. ചിലപ്പം ഷുഗർ മോളിക്യൂള് ഏതാണെന്ന് വേണമെങ്കിൽ ഒരു മിസ്സിംഗ് വേർഡ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ഇപ്പോൾ RNA കേസിലാണെങ്കിൽ ദാറ്റ് ഈസ് റൈബോസ് ആൻഡ് DNA കേസിലാണെങ്കിൽ ദാറ്റ് ഈസ് ഡിയോക്സി റൈബോസ് ഷുഗർ. പിന്നെ അവിടെ വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. നല്ല രീതിയിൽ നിങ്ങളത് പഠിച്ചിരിക്കണം ഈ പ്രോസസ്സ്. കാര്യം അത് നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഭാഗമാണ് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ മോണോഹൈബ്രിഡ് ക്രോസ് F1 എങ്ങനെ കിട്ടും,
എന്നുള്ള രീതിയും നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എളുപ്പമാണ്. പിന്നെ ചോദ്യങ്ങൾ ഒന്നാം പാഠത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് ചില സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ റീസൺ വേണമെങ്കിൽ തന്നിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരുവാണ്, റോൺകോട്ട് പാറ്റേൺ ഫൗണ്ട് ഓൺ സം കാറ്റിൽ ആൻഡ് ഹോഴ്സസ്. അതിന്റെ റീസൺ കൊടുത്തിട്ടുള്ളത് ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദെയർ ട്രൈബ്സ് അറ്റ് ദ സെയിം ടൈം. ഇവിടെ വരുന്ന ഒരു ചോദ്യത്തിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റോൺകോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തരുന്നതെങ്കിൽ അതിന്റെ റീസൺ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നല്ല തറവായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് അതിന്റെ റീസൺ റോൺകോട്ട് പാറ്റേൺ ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്ന് കുട്ടിക്ക് നല്ല ധാരണയുണ്ട് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ്മെന്റും റീസണും തരുന്ന ഒരു ചോദ്യമാണ് എങ്കിൽ ആ റീസൺ തെറ്റാണെങ്കിൽ ആൾക്ക് നല്ല രീതിയിൽ എഴുതി വെക്കാം അല്ലേ, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് പക്ഷേ റീസൺ ഇൻകറക്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഇൻകറക്റ്റ് എന്നോ. അപ്പം ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊരു മാർക്കിന് വേണമെങ്കിൽ 1 to 4 ക്വസ്റ്റ്യൻസിൽ എവിടെ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു തരം ചോദ്യമാണ്. അപ്പം സ്റ്റേറ്റ്മെന്റും റീസണും ഒക്കെ അത് നല്ല തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതി ചോദിച്ചാലും കുട്ടിക്ക് കോൺസെപ്റ്റ് അറിയാം എങ്കിൽ നല്ല രീതിയിൽ അത് കറക്റ്റാക്കി പോകാവുന്നതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വേണം, മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന ഇപ്പം മ്യൂട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റീസൺസ് ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കെമിക്കൽ സബ്സ്റ്റൻസസ്, റേഡിയേഷൻ, ഇറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ എക്സസൈസ്. അപ്പോൾ ഇതിൽ റീസൺ അല്ലാത്തത് ഏത് എന്നുള്ള ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾ ഒരു കണ്ടന്റ് നോക്കുമ്പം അതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് നിങ്ങൾ തന്നെ വിശകലനം ചെയ്യണം. അതാണ് വേണ്ടത് ആക്ച്വലി. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കുട്ടികൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് വേറെ രീതിയിൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള മെയിൻ പ്രശ്നം പല വഴി ആ ഒരു ഉത്തരത്തിലേക്ക് എത്താവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എങ്ങനെ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ഫുൾ മാർക്സ് മേടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ 1 മാർക്കിന് ചോദിക്കാവുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെ ആയിരിക്കാം അല്ലെ. ഇപ്പം ഓരോ ആൾക്കാർക്കും പല രീതിയിൽ ഒരു കണ്ടന്റിനെ പല മാർക്കിന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങളും ഇപ്പം ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടെ നിങ്ങളൊന്ന് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഫോം ചെയ്തിട്ട് ഓരോ ഭാഗത്തു നിന്നും ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്തേ. അപ്പോൾ എത്രയോ പേരുടെ ഓരോ സജഷൻസും എത്രയോ പേർക്ക് ആ ഒരു ടൈമിൽ മൈൻഡിൽ തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും എല്ലാവരും അങ്ങ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയും ചോദ്യം ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാം എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്രോമസോമിന്റെ സ്ട്രക്ചർ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്പർ 12 ക്രോമസോമിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, ഹിസ്റ്റോൺ പ്രോട്ടീൻ അത് ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഹിസ്റ്റോൺ പ്രോട്ടീനും ഹിസ്റ്റോൺ ഒക്ടാമറും തമ്മിൽ അടയാളപ്പെടുത്തുമ്പോൾ മാറിപ്പോകരുത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നോക്കിക്കോണം. ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റിയിട്ട് DNA വരുവാണെങ്കിൽ ദാറ്റ് ഈസ് ന്യൂക്ലിയോസോം, അതും ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ്. അപ്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് കാരണം നമ്മുടെ മാർക്ക് കളയാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് RNA പറ്റിയിട്ട് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ് എങ്കിൽ ദാറ്റ് ഈസ് RNA ആണെന്ന് ഓർക്കുക. ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് DNA. പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെ ഷുഗർ മോളിക്യൂൾ ആകാം, ഏതൊക്കെ നൈട്രജൻ ബേസുകളാണ് ആകാം. അപ്പം ആ രീതിയിൽ എന്ത് ചോദിച്ചാലും ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലേ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അതും ഈ പറഞ്ഞ പോലെ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഭാഗമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് പഠിച്ചിരിക്കണം, അടയാളപ്പെടുത്താനും പഠിച്ചിരിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോരോ RNAകൾ ചെയ്യുന്നത് എന്ന് നല്ല വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. അത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ആ ഒരു ഭാഗത്തുനിന്ന്. പിന്നെ ക്രോമസോമിന്റെ സ്ട്രക്ചർ ഇപ്പം സെൻട്രോമിയർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് 2 രീതിയിൽ 2 പാർട്സ് ആ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിലേത് അതിന്റെ ഫംഗ്ഷൻ എന്ത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ 3 മാർക്കിന്റെ ചോദ്യം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിസ്സിംഗ് ടേബിൾ ആയിട്ട് കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പം അതിന്റെ റീസണും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 3 മാർക്കിന്റെ ഇത് വേണമെങ്കിൽ അവിടെ നിന്ന് ചോദിക്കാം. പിന്നെ മ്യൂട്ടേഷൻ റിലേറ്റഡ് ഒരു പിക്ചർ നിങ്ങൾക്ക് തരുവാണ്, നിങ്ങളോട് ചോദിക്കുവാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രോസസ്. ഇപ്പം പുസ്തകം നല്ല രീതിക്ക് വായിച്ച ഒരു കുട്ടിക്ക് ആ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാകും അതെന്താണ് മ്യൂട്ടേഷൻ ആണ് എന്ന്. ആൻഡ് അതുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലനേഷൻ
കൊടുത്തിട്ടുണ്ട് അല്ലേ, കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കണ്ടന്റ് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ഈ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന റീസൺ എന്താണെന്ന് അടുത്ത ഒരു സബ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 2 മാർക്കിന് വേണമെങ്കിൽ റീസൺ ചോദിക്കാം. അപ്പോഴും റീസൺ ചുമ്മാ റേഡിയേഷനോ അല്ലെങ്കിൽ ചുമ്മാ ഒരു 2 വാക്ക് എഴുതിയാൽ ഈ പറഞ്ഞ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമോ? അതും കുട്ടികൾ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കുട്ടികൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പിശുക്ക് കാണിക്കുന്നു. അപ്പോൾ മക്കളെ വെയിറ്റേജ് അനുസരിച്ച് മാർക്കിൽ നമ്മൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. റീസൺ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആദ്യം മ്യൂട്ടേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം, എന്നിട്ട് അതിൽ നിന്ന് റീസണിലേക്ക് വരാം അല്ലെ. ഇപ്പം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ ആദ്യം നമ്മുടെ പേര് പറയും, പിന്നെ എവിടുന്നാ വരുന്നതെന്ന് പറയും. അതൊരു ഓർഡറിലല്ലേ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ആൻസർ ചെയ്യുമ്പം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുമ്പം ഒരു ഓർഡർ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ അതെന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്ത് എന്നിട്ട് ആ ഒരു രീതിയിലേക്ക് എത്തിക്കുവാണെങ്കിൽ പേപ്പർ പ്രസന്റേഷൻ കുറച്ചുകൂടെ നല്ലതാകും. ഓക്കെ, അല്ലാണ്ട് മ്യൂട്ടേഷന്റെ റീസൺ ചുമ്മാ ഒരു 2 പോയിന്റ് അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസ് മാത്രം എഴുതി വെച്ചാൽ അവിടെ ഒരു 2 മാർക്ക് വീഴുവോ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ലാംഗ്വേജ് ഉണ്ട്, അപ്പം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, പുസ്തകം നല്ല തറവായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് ആ വായിച്ച ഓർമ്മയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ മാർക്ക് എത്രയാണെന്ന് നോക്കാം. 2 മാർക്കിനാണെങ്കിൽ 2 മാർക്കിന്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ആ ഒരു ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോസസ്. അപ്പം മ്യൂട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളൊരു ചോദ്യവും ചോദിക്കാം. അപ്പം അതും നിങ്ങൾക്ക് ആൻസർ എഴുതാം. എന്തൊക്കെ ആൻസർ എഴുതാം എന്ന് നിങ്ങൾക്ക് നോക്കാം. ഇപ്പം എവല്യൂഷൻ അല്ലേ, പ്ലേസ് എ മേജർ റോൾ ഇൻ ദി പ്രോസസ് ഓഫ് എവല്യൂഷൻ. ഇപ്പം മ്യൂട്ടേഷൻ നടക്കുകയാണെങ്കിൽ എവല്യൂഷന് കാരണമാകും. അതാണ് അവിടെ മെയിനായിട്ട് വരേണ്ട ഒരു പോയിന്റ്. ഇപ്പം മ്യൂട്ടേഷൻ നടക്കുന്നത് കൊണ്ടൊക്കെയാണ് എവല്യൂഷൻ കാരണമാകുന്നത് എന്നുള്ള ഒരു രീതിയിൽ ആൻസറിനെ കൊണ്ട് എത്തിക്കണം. കണ്ടോ, ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു പിക്ചർ തന്നിട്ട് അതിൽ നിന്ന് എന്തുമാത്രം ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറ്റുന്നത്? ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അങ്ങനെ ബയോളജി ടെക്സ്റ്റിൽ പല പല ഡയഗ്രാംസ് ഉണ്ട്. അപ്പോൾ ആ ഡയഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും ആ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അപ്പം നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡൈഹൈബ്രിഡ് ക്രോസ് റിലേറ്റഡ് ആയിക്കോട്ടെ, അവിടുന്നും ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ വരാം, പ്രതീക്ഷിക്കാം. പിന്നെ ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഓരോ മോളിക്യൂൾസിൻ്റെ ഫങ്ഷൻസും ഒക്കെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ 1ാമത്തെ പാഠം കഴിഞ്ഞല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 1ാമത്തെ പാഠത്തിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ ഇനി 1ാം പാഠം ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന ജനിതകം കഴിഞ്ഞു. Rapid revision. Final touch to